വരികയും ചെയ്യും. ഓക്കെ, അപ്പം സമയം കിട്ടാത്ത ലെവലിലേക്ക് വരികയും ചെയ്യും. അത്രയ്ക്ക് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ സിമ്പിളുമാണ്. നമ്മൾ മറ്റ് നമ്മുടെ എന്താ പറയാ HSA അല്ലെങ്കിൽ HSST ഒക്കെ പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ LP UP ഒക്കെ പഠിക്കുന്നത് പോലെ സബ്ജക്ട് ബേസ് ആയിട്ടൊന്നും പഠിക്കാനില്ലാത്തത് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ലെറ്റർ അനലോഗി എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരാം. ലെറ്റർ അനലോഗി. ഓക്കെ, അതില് ലെറ്റർ അനലോഗിയിൽ ഒരുപാട് ടെക്നിക്സുകൾ ഉണ്ട്. ലെറ്റർ അനലോഗിയിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ ABCD എന്ന് പറയുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്പർ കൊടുക്കുക, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇപ്പൊ 26, 25, 24, 23 തിരിച്ചെഴുതുമ്പോഴത്തേക്ക് Z തൊട്ട് ഇങ്ങോട്ട് എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ആ നമ്പറിംഗ് സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന അഡീഷണൽ നമ്പറിംഗ് സിസ്റ്റം അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള രീതിയുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൂടെ പ്രോബ്ലംസ് ചെയ്യുന്ന 3, 4, 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ലെറ്റർ സീരീസ്. ഇതാർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ചെയ്തായിരുന്നു ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ അല്ലേ ഞാൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നത്? ചെയ്തായിരുന്നോ? ഡി ആണോ ആൻസർ? ബി ആണ് ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ബി ആണ് ആൻസർ ആയിട്ട് കിട്ടിയത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ ആൻസർ ആയിട്ട് കിട്ടിയായിരുന്നോ? ഡി കിട്ടിയായിരുന്നു. ഡി കിട്ടിയത്. ബി കിട്ടിയവരുണ്ട്, ഡി കിട്ടിയവരുണ്ട് അല്ലേ? ബി കിട്ടിയവരുണ്ട്, ഡി കിട്ടിയവരുണ്ട്. പക്ഷെ ഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്ന ആൻസർ തെറ്റാണ്. ഇവിടെ ഓപ്ഷനിൽ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ബാക്കിയുള്ളവര് ചെയ്തില്ല. നമുക്കിത് ചെയ്ത് നോക്കാം, എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കൂ. ഓക്കെ, ബാക്കിയുള്ളവർ ഇപ്പൊ ശ്രമിച്ചു നോക്കൂ. പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുള്ള അവർ ശ്രമിച്ചു നോക്കൂ. ലെറ്റർ സീരീസ് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, BEGK ADFG PSVY. പിന്നെ ലെറ്റർ സീരീസിൽ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. വെരി ട്രിക്കിയാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് കാണും. ചിലപ്പം ഒരു ചോദ്യത്തിൽ ഇത് രണ്ടും തന്നിരിക്കുന്ന ഒരേ സീരീസിലായിരിക്കും, പക്ഷെ മൂന്നാമത്തത് വേറൊരു സീരീസും ആവും. ചിലത് ഈ തന്നിരിക്കുന്ന ഈ സീരീസ് തന്നെ ആയിരിക്കും. ഈ സീരീസ് എന്താണോ പറയുന്നത് അത് തന്നെ ആയിരിക്കും അടുത്ത സീരീസും അനുസരിക്കുന്നത്. ബട്ട് സം ട്രിക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സീരീസും അനുസരിക്കുന്നത് ഈ സീരീസും ഈ തന്നിരിക്കുന്ന സീരീസും ഇനി വരാനുള്ള ഉത്തരത്തിലുള്ള സീരീസും അനുസരിക്കത്തില്ല, പുതിയതായിരിക്കും. അങ്ങനെ വരും. ഇങ്ങനെ വരുന്നത്, അതായത് ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന സീരീസും പിന്നെ കണ്ടുപിടിക്കാനുള്ള സീരീസും വ്യത്യസ്തമായിട്ട് വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര ചെയ്താലും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഓപ്ഷൻ ബേസ്ഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് നമുക്ക് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് ആദ്യം പോവാം. ഈ ലെറ്റർ സീരീസിലേക്ക് നമുക്ക് പോവാം, അല്ലെങ്കിൽ ലെറ്റർ അനലോഗിയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ലെറ്റർ അനലോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഈ ഫസ്റ്റ് പോർഷൻ ലെറ്റേഴ്സുകളൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഫോർമാറ്റിലാണോ തന്നിരിക്കുന്നത് എന്നുള്ളത്. ആ ഫസ്റ്റ് പോർഷൻ, ഇതിന്റെ ഫസ്റ്റ് പോർഷൻ ബി ആണ്, ഇതിന്റെ ഫസ്റ്റ് പോർഷൻ എ ആണ് ഇല്ലേ? ബിയും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നോക്കി ഇതിലൊരു ഈ ബിക്കും എക്കും തമ്മിലൊരു ബന്ധമില്ലേ? ബിക്കും എക്കും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണ് ബിക്കും എക്കും തമ്മിലുള്ള റിലേഷൻ? എന്താ പറഞ്ഞോ? നിങ്ങളുടെ വോയിസ് എനിക്ക് നിങ്ങളുടെ വോയിസ് എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. ഒറ്റ സെക്കൻഡ്. എന്റെ വോയിസ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ?
ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇനി ഈ ബിക്കും എക്കും തമ്മിലുള്ള ഒരു ബന്ധം എന്താ മാഷെ? ഈ തന്നിരിക്കുന്ന സീരീസ് അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ബി ഇ ജി കെ എന്ന് പറയുന്ന സീരീസും എ ഡി എഫ് ജി എന്ന് പറയുന്ന ഈ സീരീസ് നോക്കുമ്പോഴത്തേക്ക് അതിൽ ആദ്യത്തെ ലെറ്റേഴ്സിന് ഇവിടെ ബി, ഇവിടെ എ, ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കി. എന്താ ആരോ പറഞ്ഞല്ലോ, എന്തായിരുന്നു? ചെയ്ത ആൾക്കാർക്ക് അറിയാലോ എന്തായിരുന്നു. എന്താണ്? അത് തന്നെയാണ് അല്ലേ? അതായത് ബിയുടെ മുന്നേ നമ്മൾ എ ബി സി ഡി എന്ന് എഴുതുമ്പോഴത്തേക്ക് എ ബി സി ഡി എന്ന് എഴുതി പോകുമ്പോഴത്തേക്ക് ബിയുടെ മുന്നേ അല്ലേ എ വരുന്നത്, എയുടെ പിന്നിലുമാണ് ബി വരുന്നത് അല്ലേ? അതേ ഒരു ഫോമാറ്റല്ലേ കിടക്കുന്നത്, ഇവിടെ കിടക്കുന്നത് അല്ലയോ? അല്ലയോടെ? ആദ്യത്തേല് ബി പിന്നില്, രണ്ടാമത്തേല് എ മുന്നിൽ. അതായത് എയുടെ പിന്നിൽ വരുന്നത് ആദ്യം ഒന്നാമത്തേല് വരണം. അപ്പം ഇവിടെ നോക്കുമ്പോഴും അതേ ലെവലിലാണ് നോക്കാനുള്ളത്. ഇവിടെ പിയുടെ മുന്നിൽ ഏതായിരിക്കും വരേണ്ടത്? അപ്പോഴ് ഏതായിരിക്കും? ഓ. അപ്പൊ ഒന്നാമത്തെ അക്ഷരം ഓ ആൻസർ ഓ അല്ലേ? ഇനി ഓപ്ഷൻ നോക്കിയേ, ഈ ഓ എന്ന് വരുന്ന ഏതെങ്കിലും ആൻസർ ഉണ്ടാകും നോക്കിയേ. സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടി. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ ഇതാണോ ട്രിക്ക്, ഇതാണോ ഫാഷൻ എന്നുള്ളത് നമുക്ക് അറിയാൻ വയ്യ. ഓക്കെ, പക്ഷെ നമ്മൾ ആദ്യം ചിന്തിച്ച ആ ഒരു അനലോഗി മീൻസ് ആ ഒരു റീസണിങ്, ആ ഒരു ട്രിക്ക് നമുക്ക് കിട്ടി. ഓക്കെ, ഒരു അക്ഷരത്തിന്റെ മുന്നിൽ വരുന്നതാണ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞുള്ള ഒരു ഫാക്ഷൻ ആണ് കിട്ടിയത്. ഓക്കെ, അതായത് ബിയുടെ മുന്നിലാണ് എ, അതുകൊണ്ടാണ് ഇവിടെ എ കിടക്കുന്നത്. അടുത്ത പി എസ് എന്ന് പറയുമ്പോൾ പിയുടെ മുന്നിൽ ഓ വരണം. ഓക്കെ, ഓ കിട്ടി, ആദ്യ അക്ഷരം ഓ എന്ന് കിട്ടി. ഇത് ശരിയാണോ നോക്കണ്ടേ? ഓക്കെ, ഈ ആൻസർ കിട്ടി. ഇത് ശരിയായിരിക്കാം, ആവാതിരിക്കാം. ചാടിക്കറി എഴുതാനും പാടില്ല, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യണം. പക്ഷെ കുറെ ചെയ്ത് വരുമ്പോൾ നമുക്ക് തോന്നും അത് ശരി തന്നെയാന്ന് തോന്നും. ഇന്ന് നോക്കിയേ, ശരിയാണോ നോക്കാം. ശരിയാണോ നോക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവസാനത്തേതും കൂടെ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ അവസാനത്തെ കൂടെ നോക്കി, അവസാനത്തത്. അതിന് വേറൊരു മാർഗമുണ്ട്. അവസാനത്തത് നോക്കാനായിട്ട് വേറൊരു മാർഗമുണ്ട്. നോക്കിയോ, ഇപ്പൊ നമ്മൾ നോക്കിയത് ഈ ഒരു ഇത് വെച്ചിട്ടാണ്. എയുടെ മുന്നിൽ വരുന്നതാണ് ഇപ്പുറത്ത് വരേണ്ടത്. അപ്പൊ ആദ്യത്തത് മുന്നിൽ വരുന്നത് പി കിടക്കുന്നുണ്ട്, പിയുടെ മുന്നിലുള്ളത് ഓ ആണ്, ഓ എഴുതി. ഇനി ശരിയാണോ? അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ബി ഉണ്ട്, ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, റെഡി. ഓക്കെ, ഇനി നോക്കിയോ, ഈ അവസാനത്തെ ലെറ്റർ കെ അല്ലേ? കെ ആണ്. ഇവിടത്തെ അവസാനത്തെ ലെറ്റർ ഏതാണ്? ജെ ആണ്. ഓക്കെ, ഇതിൽ കെ എന്ന് പറയുന്ന കെയുടെ നമ്പർ എത്ര? കെയുടെ നമ്പർ എത്രയുണ്ട്? കെയുടെ നമ്പർ എത്ര? അതെ 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 അതെ. അല്ല, ജസ്റ്റ് അല്ല, പല രീതിയിൽ ചിന്തിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ രീതിയിൽ ചിന്തിച്ചു നമ്മൾ അല്ലേ? ജസ്റ്റ് ലെറ്റർ മാത്രം ചിന്തിച്ചു, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇനി വേറെ രീതിയിലും ചിന്തിക്കാം, നമ്പർ വെച്ച് ചിന്തിക്കാം. കെയുടെ നമ്പർ എത്രയാണ്? കെയുടെ നമ്പർ എത്രയാണ്? 11 ആണ്. ഓക്കെ, ജെയുടെ നമ്പർ എത്ര? 10 ആണ്. ഈ 11 നിന്നും എത്ര കുറച്ചാലാണ് 10 കിട്ടുന്നത്? 1 കുറച്ചാലാണ് 10 കിട്ടുന്നത് ഇല്ലേ? ഈ ലെവലിൽ ചിന്തിക്കാം ഇല്ലേ? ഇനി ഈ ചോദ്യത്തില് വൈയുടെ നമ്പർ എത്ര? ലാസ്റ്റ് അക്ഷരം വൈ ആണല്ലോ. വൈയുടെ നമ്പർ എത്ര? 25. വൈ ഇസഡ് അല്ലേ? വൈ ഇസഡ്. അപ്പൊ വൈ ഇസഡ് 25, ഇസഡ് 26, വൈ 25. വൈയുടെ നമ്പർ 25 ആണല്ലോ. ഇതേ പറഞ്ഞ ചിഹ്നം നോക്കി, ഇതേ പറഞ്ഞ ഒരു അർത്ഥം വെച്ച് നോക്കി, ഇതേ പറഞ്ഞൊരു ട്രിക്ക് വെച്ച് നോക്കി. വൈ മുന്നേ പറഞ്ഞ അനുസരിച്ച് എത്ര കുറയ്ക്കണം? 25 എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം. 25 1 കുറച്ച എത്ര? 24. 24ാമത്തെ ലെറ്റേഴ്സ് ഏതാ? എക്സ് ആണല്ലോ. അപ്പൊ നോക്കി, തന്നിരിക്കുന്നത് ശരിയല്ലേ? ലാസ്റ്റ് അക്ഷരം താണ്ടെ ഓപ്ഷനിൽ എക്സ് അല്ലേ വന്നിരിക്കുന്നത്? ആണോ? റെഡി ആണോ? റെഡി അല്ലേ? ആൻസറില് എക്സ് അല്ലേ? ലാസ്റ്റ് അക്ഷരം എക്സ് അല്ലേ കിടക്കുന്നത്? അപ്പൊ ശരിയല്ലേ?
അങ്ങനെയും നോക്കാം. റെഡിയാണോ പറഞ്ഞത്? റെഡിയാണോ? ഇതേ ഈ ഒരു ഫോമാറ്റ് ഈ എല്ലാ ലെറ്റേഴ്സിലും കിട്ടും. ഈ ഒന്ന് കുറയ്ക്കുക എന്ന് പറയുന്നതിന്റെ ആ ഒരു രീതി എല്ലാത്തിലും കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? സംഭവം ഒക്കെ ആണോ? രണ്ട് രീതിയിലും നോക്കാം. ഓക്കെ. ആ, അങ്ങനെ അതാണ് ഞാൻ ഇന്നലെ തുടക്ക ക്ലാസ്സിലേ പറഞ്ഞു. ഓരോരുത്തരും ഏതൊക്കെ രീതിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരുന്നു. അത് നിങ്ങൾക്ക് കൊള്ളാം, കളയാം. ഓക്കെ, റെഡി? നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക. ഒന്നും അറിഞ്ഞിടാത്തവർ ഇത് ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? മനസ്സിലാവുന്നില്ലെങ്കിൽ പറയുകയും ചെയ്യുക. അങ്ങനെ എഴുതാം, അങ്ങനെയും ചെയ്യാം. റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഈ കണക്കും മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും ചെയ്യുന്നതിന് ഒരിടത്തും ഒരു എന്താ പറയാ റെസ്ട്രിക്ഷൻസും ഇല്ല. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ആൻസറിലേക്ക് എത്തിയാൽ മതി. എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. അല്ല, അത് ഏത് സീരീസ് ആണ്? നമ്പർ സീരീസ് അല്ലേ? നമ്പർ അനലോഗി അല്ലേ? അത് നമ്പർ അനലോഗി അല്ലേ? അത് മിക്സഡ് ആണ്. അത് മിക്സഡ് പഠിപ്പിക്കുമ്പോൾ അത് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കണോ? ആ, ഇപ്പൊ ലെറ്റർ സീരീസ് തന്നെ പോട്ടെ. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ. ചെയ്തോ. AZBY CXDW EVFU. എന്താണ്? വെരി ഗുഡ്. എ ആണ്. പക്ഷെ എനിക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. ചെയ്ത് നോക്കണം. എ ആണ്. നിങ്ങൾ ചെയ്തത് എ ആണെങ്കിൽ ഉറപ്പായിട്ട് ആവാനാണ് സാധ്യത. നമുക്ക് ചെയ്ത് നോക്കണം. എ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റെയിൽവേയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. എ ആണ് ആൻസർ. നമുക്ക് ചെയ്ത് നോക്കണം അത്. എനിബഡി? വേറെ ആൾക്കാര്? വേറെ രണ്ടാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തവര്? സുമ ടീച്ചറെ, ദീപ്തി, ജിഷ ജോർജ്, ശരണ്യ. ഓക്കെ. സുജ, രമ്യ. ഓക്കെ. ദീപ്തി, ദിവ്യ, ജിഷ, ലിജിൻ, പ്രദീപൻ, രാധ, രമ്യ, സജിനി, ശരണ്യ, ഷാനി, ഷിംസി, ശ്രീവിദ്യ, സുജ, സുമ ടീച്ചർ. ഓക്കെ, അവർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഈ ബാച്ചിലുള്ള ഒത്തിരി പേരുണ്ട്. അതാണ് അവരുടെ എല്ലാവരുടെയും പേര് വിളിക്കാത്തത്. ഒത്തിരി പേരുള്ളതുകൊണ്ടാണ് ഈ ബാച്ചിലുള്ള വിളിക്കാത്തത്. ഓക്കെ, ഇപ്പൊ കിട്ടിയവര് നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ, അല്ലെങ്കിൽ തംസ് ചെയ്തോളൂ. അശ്വതി മണി, ഇന്ദിര, മുരളി, ഷാഹിന, സുനിത, ദിലീപ്. ഓക്കെ, ഒരുപാട് പേര് കിട്ടി. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി കിട്ടാത്തവർക്ക് വേണ്ടി ഈ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, നേരത്തെ മാഷെ കിട്ടിയായിരുന്നോ? മാഷെ കിട്ടി? വെരി ഗുഡ്. അടിപൊളി. ഓക്കെ, നേരത്തെ നോക്കിയത് പോലെ തന്നെ ആദ്യ അക്ഷരം വെച്ച് നമുക്ക് നോക്കാം. ആദ്യം എ, രണ്ടാമത്തേല് ഇവിടെ സി ആണ് കിടക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിയാൽ ഇതൊരു ഈ എയും ഈ സിയും തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലേ? എന്താണ്? എ കഴിഞ്ഞിട്ട് അതായത് ഒന്നിട വിട്ടുള്ള ലെറ്റർ അല്ലേ? എ കഴിഞ്ഞ്, അതായത് ഒന്നാമത്തെ അക്ഷരം കഴിഞ്ഞ് പിന്നെ ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത അക്ഷരം വരുന്നത്. ഓക്കെ, അതാണ് ആ സീരീസ് എന്ന് പറയുന്നത്. ഓരോ ഗ്രൂപ്പില് ഫസ്റ്റ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ് സെയിം കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലല്ലേ? എന്താണ്? അതിലിടയ്ക്ക് ബാക്ക് എന്ന ഒരു ലെറ്റർ ഇടയ്ക്ക് വന്നു, അങ്ങനെ അങ്ങനെ നോക്കാം, അങ്ങനെ ചിന്തിക്കാം. നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നും അറിയാത്തവര് ആദ്യം നോക്കേണ്ട രീതി. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ആവർത്തിക്കുക. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ ഒരു
ലെറ്റർ സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്. ആൽഫബറ്റ് വെച്ചിട്ട് A to Z വരെയുള്ള ആൽഫബറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ നമ്പർ വെച്ചിട്ട് ഒന്ന് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ജസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ ആദ്യ ലെറ്റർ ഏതാണ്? ഇ ആണ് അല്ലേ? ചോദ്യത്തിൽ ആദ്യ ലെറ്റർ ഇ ആണ് അല്ലേ? അതുകൊണ്ട് ഇവിടെ നമ്മൾ അനുവർത്തിച്ച ആ ഒരു ലോ തന്നെ ഇങ്ങോട്ടും അനുവർത്തിച്ചു കഴിഞ്ഞാൽ ഇ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ആരാണ്? എഫ് ആണ്. എഫ് വിട്ടിട്ട് പിന്നെ വരുന്ന ലെറ്റർ ഏതാ? ജി ആണ്. ഓക്കെ, റെഡി അല്ലേ? റെഡി അല്ലേ? അല്ലേ? അതായത് ആദ്യ ലെറ്റർ ഇ ആയിരുന്നു, ഇ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എഫ് ആണ്. എഫ് വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഉത്തരത്തിൽ വരേണ്ടത്. ജി, എഫ് ജി. അപ്പൊ ജി, അപ്പൊ ആദ്യ അക്ഷരം ജി. ഇനി ഓപ്ഷനിൽ നോക്കിയാ എല്ലാത്തിലും ജിയിലാണ് തുടക്കം ഇല്ലേ? എല്ലാം ജിയിലല്ലേ? ഒരെണ്ണം മാത്രം, ഇത് ഇപ്പോഴേ വെട്ടിക്കളയാം. ഡി ഇപ്പോഴേ തുടക്കത്തിലേ വെട്ടിക്കളയാം. ഡി ഒരിക്കലും ആൻസർ ആകത്തില്ല. ബാക്കി മൂന്നെണ്ണത്തിൽ ഏതോ ഒരെണ്ണമാണ് ആൻസർ. ഓക്കെ, റെഡി റെഡി റെഡി. അപ്പൊ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കുട്ടി നോക്കുമ്പോഴത്തേക്ക് എ ഉത്തരമാകാം, ബി ഉത്തരമാകാം, സി ഉത്തരമാകാം, ഡി ഉത്തരമല്ല. കാരണം ടി ഒരിക്കലും വരത്തില്ല. ജി ആണ് ആദ്യ ലെറ്റർ വരേണ്ടത്. അതുകൊണ്ട് അത് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. ആൻസർ എ ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ശരിയാണോ, ഇതിൽ ഏതാണ് ശരി എന്ന് നോക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ആ മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ അനുവർത്തിച്ച് നോക്കാം. ജസ്റ്റ് അതാണ് ഏറ്റവും എളുപ്പമുള്ള തുടക്കം പഠിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് നേരത്തെ പറഞ്ഞു തന്നെ നമുക്ക് നോക്കാം ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അത് രണ്ടാമത്തെ ലെറ്റർ, രണ്ടാമത് നോക്കുക. അതായത് ഇതില് രണ്ടാമത്തെ ലെറ്റർ നോക്കുക. ഇസഡിന്റെ നമ്പർ എത്ര? ഇസഡിന്റെ നമ്പർ എത്ര? ഇസഡ് നമ്പർ 26 ആണ്. 26 ആണ്. അടുത്തത് ഇവിടെ രണ്ടാമത്തേതാണ് എക്സ് ആണ്. എക്സിന്റെ നമ്പർ എത്ര? എക്സിന്റെ നമ്പർ എത്ര? എക്സ് വൈ ഇസഡ് അല്ലേ എക്സ്? അപ്പൊ 24. ഓക്കെ, ഈ 20 20 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? ആ റിലേഷൻ എടുക്കാമല്ലോ, 2 ആണ് അല്ലേ? അല്ലേ? സോ നമുക്ക് ഇതും നോക്കാം, അതേപോലെ ഇതും നോക്കാം, ഇതും നോക്കാം. ഓക്കെ, ഇതില് വി രണ്ടാമത്തെ ലെറ്റർ ഏതാണ്? വി ആണ്. വിയുടെ നമ്പർ എത്ര? വിയുടെ നമ്പർ 22 ആണ്. വി 22 ആണ്. 22-ൽ നിന്നും എത്ര കുറയ്ക്കണം? -2 അല്ലെ? 2 കുറയ്ക്കണം. 22-ൽ നിന്നും 2 കുറച്ച എത്ര ആൻസർ? 20 ആണ്. 20 ഏതാ ലെറ്റർ? ടി അല്ലേ? അത് കോഡ് തന്നെയാണ്. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആണ്. 20 ടി അല്ലേ? 20യുടെ ആദ്യ അക്ഷരം ടി അല്ലേ? 20 ടി. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. 20 എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പൊ ടി ആണ് ആൻസർ രണ്ടാമത്തത്. ഇനി ഓപ്ഷനിൽ നോക്കിയേ, ജി കഴിഞ്ഞ് ടി വരുന്ന ആരെങ്കിലും ഉണ്ടാന്ന്? ആർക്കാ ബോർഡ് കാണാത്തത്? ആർക്കാ? സബിത. സബിത, ആ ബോർഡിന്റെ റൈറ്റ് സൈഡിൽ ഒരു പെനിന്റെ സൈൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യൂ, പിൻ ചെയ്ത് വെക്കൂ. അല്ലെങ്കിൽ രണ്ടാമത്തെ ലിങ്ക് ലോഗിൻ ചെയ്യൂ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ആവാം. അല്ലെങ്കിൽ പിൻ ചെയ്ത് വെച്ചാൽ കാണാൻ പറ്റും. പിൻ ചെയ്ത് വെക്കാനുള്ള സൈൻ കണ്ടോ? പിൻ ചെയ്ത് വെക്കാനുള്ള സൈൻ അതിൽ ക്ലിക്ക് ചെയ്യൂ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബോർഡ് വരും. ഫസ്റ്റ് ലിങ്കിലാണോ സെക്കൻഡ് ലിങ്കിലാണോ കയറിയിരിക്കുന്നത്? സെക്കൻഡ് ലിങ്കിൽ ബോർഡ്, സെക്കൻഡ് ലിങ്കിലുള്ളവർക്ക് ബോർഡ് അവൈലബിൾ അല്ലേ? ഷിംസി, സാബി, രമ്യ, ബോർഡ് അവൈലബിൾ അല്ലേ? ഉണ്ട്. അപ്പം നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് എൻ്റർ ആവും. ഒന്നേന്ന് എക്സിറ്റ് ചെയ്തിട്ട് എൻ്റർ ആയിക്കോളൂ. ഓക്കെ, അപ്പൊ ഇനി നോക്കണേ. അപ്പൊ ടി ആണ് കിട്ടിയത്. ഇനി അപ്പൊ ആദ്യത്തെ അക്ഷരം നമുക്ക് കിട്ടിയായിരുന്നു, ജി ആണ്. രണ്ടാമത്തെ അക്ഷരം ടി ആണ് വേണ്ടത് അല്ലേ? രണ്ടാമത്തെ അക്ഷരം ടി വരണം. ടി വരേണ്ട ഓപ്ഷൻ ഏതാ? രണ്ടാമത്തെ അക്ഷരം ടി വരുന്ന ഒരെണ്ണേ ഉള്ളൂ ഇവിടെ അല്ലേ? ഏത്? എവിടെ? എ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അത് തന്നെയാണ്. പിന്നെ നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ അക്ഷരം നോക്കി കഴിയുമ്പോഴേ കിട്ടിക്കഴിഞ്ഞു. കാരണം രണ്ടാമത്തെ അക്ഷരം ടി ഉള്ള വേറൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻസർ എ. റെഡിയാണോ? കിട്ടിയോ? റെഡിയാണോടെ? റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, റെഡി. മൂന്നാമത്തെ ചോദ്യം ചെയ്തോളൂ.
തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തോളൂ. നമ്മുടെ ലെറ്റർ മാത്രം മനസ്സിൽ കണ്ടാൽ മതി, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. A to Z വരെയുള്ള ലെറ്റേഴ്സ് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഇത്. ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ എനിബഡി? വേറെ ആർക്കെങ്കിലും കിട്ടിയോ? വേറെ ആർക്കെങ്കിലും കിട്ടിയോ? സി ശരണ്യക്ക് കിട്ടി. ഓക്കെ, ഇനി വേറെ ആർക്കാ കിട്ടിയിട്ടുള്ളത്? സി പത്മിനി. ഓക്കെ, വെരി ഗുഡ്. സഞ്ജു. ഓക്കെ, 1 മിനിറ്റ് എടുത്തോളൂ, 1 മിനിറ്റ് എടുത്തോളൂ ചെയ്യാനായിട്ട്. ശരി, ടഫാണത്, ചെറുതായിട്ട് ചെറിയൊരു ടഫ്, എന്നാ ടഫ് ഇല്ല. ഓപ്ഷൻ സി കിട്ടിയോ? ഇനി വേറെ ആർക്കെങ്കിലും നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയോ? കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. കിട്ടി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എ മാഷ കിട്ടിയായിരുന്നോ? മാഷിന് കിട്ടിയായിരുന്നോ സി ഓപ്ഷൻ? ഇല്ല. ഓക്കെ, ACEG IKMOQSUW. ഓക്കെ, അടുത്ത ഏതെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നമ്പർ വെച്ച് നോക്കാം. എയുടെ നമ്പർ എത്ര? 1. മാഷിന് കിട്ടിയായിരുന്നോ? സി കിട്ടിയോ? ചെറിയൊരു ഐഡിയ കിട്ടി, പക്ഷെ അതിൽ ചെറിയ കൺഫ്യൂഷൻ ആയിട്ട് പോയി. കൺഫ്യൂഷൻ വന്നു. ഓക്കെ, 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 ഡോണ്ട് വറി. അപ്പൊ എയുടെ നമ്പർ എത്രയാണ്? 1 അല്ലേ? എയുടെ നമ്പർ 1 ആണ്. ഇവിടെ രണ്ടാമത്തേലും ഒന്നാമത്തത് ഐ ആണ്. ഐയുടെ നമ്പർ എത്ര? 9 ആണ്. 9 ആണ്. ഐയുടെ നമ്പർ 9. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഈ ഒന്നിൽ നിന്നും 9 എത്താൻ എന്താ നമ്മുടെ റിലേഷൻ? +8 ആണ്. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ നിങ്ങൾക്ക്? അല്ലേ? യെസ്. കൺഫ്യൂഷൻ വന്നു. അത് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത രണ്ടാം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്യൂ എത്ര? 17. പിയും ക്യൂവും പഠിക്കുവാനും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ടീച്ചർ കഥ പറയത്തില്ലേ? പിയും ക്യൂവും. പി ആരാ? പി പ്രിൻസ്, രാജാവ്. ക്യൂ ആരാ? ക്യൂൻ. 17 വയസ്സുള്ള രാജാവ്, ക്യൂ 18 അല്ലേ? 18 വയസ്സുള്ള രാജ്ഞിയെ കല്യാണം കഴിച്ചു. അത്രയേ ഉള്ളൂ. പിയും ക്യൂ പഠിച്ചില്ലേ? പിയു 17, ക്യൂ 18 അല്ലേ? അല്ലൂടെ ആണോ? സോറി, പി 16, സോറി, P16, P16, സോറി തെറ്റിപ്പോയി. P16ഉം ക്യൂ 17, 16 വയസ്സുള്ള രാജാവ് 17 വയസ്സുള്ള രാജ്ഞിയെ കല്യാണം കഴിച്ചു എന്ന് ഓർത്തിരുന്നാൽ മതി. ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ഓക്കെ, റെഡി. ക്യൂ 16, സോറി 17, ക്യൂ 17. ഓക്കെ, അപ്പൊ P16ഉം ക്യൂ 17ഉം ആണ്. സോ ക്യൂ എന്ന് പറയുന്നത് 17 ആണ്. ആദ്യം നമ്മള് എയിൽ 8 കൂട്ടുമ്പോഴാണ് ഐ കിട്ടുന്നത്, രണ്ടാമത്തേൽ കിട്ടുന്നത്. അപ്പൊ അതുപോലെ ഇവിടെയും ചെയ്താൽ പോരെ? മാഷ് ചെയ്തതുപോലെ 17ന്റെ കൂടെ 8 കൂട്ടണം. 17ന്റെ കൂടെ 8 കൂട്ടി എത്ര?
25. 25 എന്ന് പറയുന്നത് വൈ ആണല്ലോ അല്ലെ, വൈ ഇസഡ്. അപ്പം ആദ്യത്തെ ലെറ്റർ കിട്ടി വൈ അല്ലേ, വൈ കിട്ടി. നോക്ക് ഇനി ഓപ്ഷനിൽ നോക്കിയേ, എല്ലാം വൈ അല്ലേ, ഇവിടെ എല്ലാം വൈ അല്ലേ, എല്ലാം വൈയിലല്ലേ തുടക്കം. അപ്പൊ നിക്കത്തില്ല, അവിടെ കൊണ്ട് നിക്കത്തില്ല അല്ലേ, എല്ലാ ഓപ്ഷനിലും ആദ്യം വൈ ആണ്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം നമ്മള്? നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അവസാനത്തെ ലെറ്റർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് ലെറ്റർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ, ലാസ്റ്റ് ലെറ്റർ ജി, ജി ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. ജി എത്രയാ? ജി എത്രയാ? 7. ജി 7. ഇതിൽ അവസാനത്തെ ലെറ്റർ ഓ അല്ലേ, ഓ എത്രയാ? 15. 15 അല്ലേ, ഇല്ലേ? ഇത് കറക്റ്റ് ചെയ്യാൻ നോക്ക്, ഈ റിലേഷൻ പറയുന്നത് പോലെ കറക്റ്റ്. +8 നോക്ക്, +8 തന്നെ ആണോ? 7 8 കൂട്ടുമ്പോഴല്ലേ 15 വരുന്നത്. ഓക്കെ, റെഡി റെഡി, ആ റിലേഷൻ റെഡി ആണല്ലോ. ഓക്കെ, ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ലാസ്റ്റ് ലെറ്റർ ഡബ്ല്യു ആണ്. ഡബ്ല്യു എത്ര? ഡബ്ല്യു എത്ര? ഡബ്ല്യു എക്സ് വൈ സെറ്റ് 23. 23യോടെ 8 കൂട്ടിയാൽ എത്ര? 31. നമുക്ക് ആകെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളേ ഉള്ളൂ? 26. 26 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ നോക്കാം, അങ്ങനെ നോക്കാം. പക്ഷെ നമ്മൾ ഓർഡറിൽ പഠിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട അതായത് തിരിച്ചും മറിച്ചും എഴുതുകയും ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതുകയും വേണം. അതായത് 26 അല്ലേ, അപ്പൊ 27 എഴുതണം. 27, 28, 29, 30, 31. നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇടുന്ന പോലെ തന്നെയാണ്, ആദ്യം തൊട്ട് തുടങ്ങണം. പിന്നെ അപ്പം 26 ഇസഡ് ആണ്. പിന്നെ 27 എന്ന് പറയുമ്പോൾ പിന്നെ ഏതോട്ട് തുടങ്ങണം? ഇസഡ് തൊട്ടല്ല, എ മുതൽ തുടങ്ങണം. 27A, 28B, 29C, 30C, സോറി 29C, 30D, 30D, 31E, ഇ അല്ലേ. അപ്പം ഇ ആണ് ഈ 31 എന്ന് പറയുന്നത് ഇ ആണെന്ന് കിട്ടി. ഇ അല്ലേ, ആണോ? അവിടെ ആണോ? അങ്ങനെ ഈ അവസാന അക്ഷരം ഇ വരുന്നത് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കി. സിയാ? സി മാത്രമേ ഉള്ള, സി മാത്രമേ ഉള്ള. അവിടെയും പോയി അല്ലേ, അവിടെയും പോയി. എ ഓപ്ഷനിലും ഇ ആണ് ലാസ്റ്റ് അക്ഷരം, സി ഓപ്ഷനിലും ഇ ആണ് ലാസ്റ്റ് അക്ഷരം, ഡി ഓപ്ഷനിലും ഇ ആണ് ലാസ്റ്റ് അക്ഷരം. അവിടെയും പോയി, അതും പോയി. അപ്പൊ എന്ത് ചെയ്യും? ഈ ട്രിക്കും പോയി, ഈ ട്രിക്കും പോയി. ഇതിനു മുമ്പേ കണ്ടുപിടിക്കാൻ ഇത് ഞാനത് ഓർഡറിൽ പറയുകയാണ്, അതും പോയി. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനി നെക്സ്റ്റ് ലെറ്റർ നോക്കുക, അത് പോയില്ലെങ്കിൽ അടുത്ത ലെറ്റർ നോക്കുക. സി നോക്കുക, സി നോക്കുക, സി നോക്ക്. സി എത്രയാ? സി എത്രയാ നമ്പർ? ABC 3 അല്ലേ, 3. ഇതിലാണെങ്കിലോ കെ ആണല്ലോ. കെ എത്ര? കെ എത്ര? 11. നമ്മൾ പറയുന്ന, നമ്മൾ ആദ്യം പറഞ്ഞ നിയമം അനുസരിക്കുന്നുണ്ടോ? എത്ര? +8 തന്നെ. 8 +8 കൂട്ടുമ്പോഴേ 11 കിട്ടുന്നത്. ഇനി തേർഡ് സെറ്റിൽ നോക്ക്, തേർഡ് സെറ്റിൽ വരുന്ന ഏതാണ്? എസ്. എസ് ആണല്ലോ. എസ് എത്ര? എസ് എത്ര? 19. എസ് 19 ഇല്ലേ? എസ് 19. എസ് 19 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? T20 അല്ലേ, T20 അല്ലേ, T20 ആണ്. ടിയുടെ മുന്നേ അല്ലേ ആര് വരുന്നത്? എസ് വരുന്നത്. T20 ആണെങ്കിൽ എസ് 19 ആണ്. അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിരിക്കണം പെട്ടെന്ന്. അങ്ങനെയാണ് പെട്ടെന്ന്, അല്ലാതെ വീട്ടിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് A1, 2, 3 ഇങ്ങനെ എണ്ണി നോക്കരുത്. ടപ്പേടപ്പേടെ ആൻസർ കിട്ടും. ഒരുപാട് ട്രിക്ക് ഉണ്ട് അത് പഠിച്ചു വെക്കാൻ, ഒരുപാട് ട്രിക്ക് ഉണ്ട്. പലരും ചെയ്യുന്നത് ട്രിക്ക് പഠിക്കത്തില്ല. ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് വർക്ക്ഷീറ്റിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ബാക്കിലോ ഒക്കെ എന്ത് ചെയ്യും? ഈ ലെറ്റർ എഴുതി നമ്പർ കൊടുത്തിട്ട് പിന്നെ കണക്ക് ചെയ്യാൻ നേരത്തെ അത് നോക്കി ചെയ്യും. അത് സമയം കൊല്ലിയാണ്. ഇങ്ങനെ പല രീതിയിലും അത് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കണം. അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പൊ നോക്കിയോ, 19 എസ് എന്ന് പറയുന്നത് 19. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ 19. അപ്പൊ 19 + 8 എത്ര? 19 + 8 ആണല്ലോ നോക്കാനുള്ളത്. 8 ആണല്ലോ കൂട്ടുന്നത്. 27. ഇംഗ്ലീഷ് അക്ഷരമാല എത്ര അക്ഷരങ്ങളുണ്ട്? 26 അല്ലേ ഉള്ളൂ ഇല്ലേ? നമ്മൾ നോക്കി 26. അപ്പൊ 26 എന്ന് പറയുന്ന ഇസഡ്, അടുത്ത 27 എന്ന് പറഞ്ഞാൽ ഏത് വരും?
എ വരുമല്ലോ. അപ്പൊ ഇനി ഓപ്ഷനിൽ നോക്കി, അങ്ങനെ എ വരുന്ന രണ്ടാമത്തെ ലെറ്റർ എ വരുന്നത്, രണ്ടാമത്തെ ലെറ്റർ എ വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കി. ഓപ്ഷനിൽ നോക്കി രണ്ടാമത്തെ ലെറ്റർ ദാ രണ്ടാമത്തെ ലെറ്റർ എ വരുന്നത്, ബി വരുന്നുണ്ട് അല്ലേ, ബി വരുന്നുണ്ട്, സിയും വരുന്നുണ്ട്, സിയും വരുന്നുണ്ട്, രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ വീട്ടിൽ സംശയമായി. ആ ബി എലിമിനേറ്റ് എന്താണ്, അല്ലല്ല അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. കുഴപ്പമില്ല എലിമിനേറ്റ് ആയി കുഴപ്പമില്ല. ഞാൻ പറയുകയാണ്, ഞാൻ ഓർഡറിൽ പറയുകയാണ്, നോക്കേണ്ട രീതിയാണ് പഠിപ്പിക്കുന്നത് നിങ്ങളെ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ രണ്ട് ഓപ്ഷനും കിടക്കുകയാണ്, എ കിടക്കുകയാണ്, സെക്കൻഡ് ലെറ്റർ എ വരുന്നത് രണ്ട് ഓപ്ഷൻ, ബി ഓപ്ഷനും സി ഓപ്ഷനും കിടക്കുകയാണ്. അപ്പോഴും പ്രോബ്ലം ഇല്ല. അപ്പൊ മൂന്നാമത്തെ ലെറ്റർ എടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തെ ലെറ്റർ നോക്കണം. ഞാൻ ബാക്കിയെല്ലാം ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, മൂന്നാമത്തെ ലെറ്റർ ഏതാണ്? മൂന്നാമത്തെ ലെറ്റർ ഇ ആണ്. മൂന്നാമത്തെ ലെറ്റർ ഇ ആണ്. ഓക്കെ, ഇയുടെ നമ്പർ എത്ര? എ ബി സി ഡി ഇ 5 അല്ലേ? 5. ഇതിലേതാണ്ട് രണ്ടാമത്തെ ഏതാണ്? എം അല്ലേ? രണ്ടാമത്തെ എം അല്ലേ? രണ്ടാമത്തെ എം ആണ്. രണ്ടാമത്തെ എമ്മിന്റെ എത്ര? എം എത്ര? 13 അല്ലേ? എം 13 കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? +8 ആണോ? 5 + 8 ആണോ 13? റെഡി ആണല്ലോ. ഇനി മൂന്നാമത്തേലും അതേപോലെ മൂന്നാമത്തെ ലെറ്റർ നോക്കണം. നമ്മളെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ ലെറ്റർ നോക്കൂ. ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ ലെറ്റർ നോക്കൂ. യു അല്ലേ? യു അല്ലേ മൂന്നാമത്തെ ആള്? യുവിന്റെ നമ്പർ എത്ര? U21 ആണ്. U20 കാരണം ടി എന്ന് പറയുന്നത് നമുക്കറിയാം. ടി എത്ര? T20 അല്ലേ? T20 ആണ്. T20 ആണ്. ടി കഴിഞ്ഞാണ് അടുത്ത യു വരണം. അപ്പൊ U21 ആണ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ 21 + 8 എത്ര? 21 + 8 29. നേരത്തെ പറഞ്ഞ കണക്കെ ചിന്തിക്കുക. 29 ലെറ്റർ ഇല്ല, 26 അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പം 27, 28, 29 എ ബി സി. അപ്പൊ ഏതാ ലെറ്റർ വരേണ്ടത്? സി അല്ലേ? സി അല്ലേ? അപ്പം ഒന്നാമത്തെ ലെറ്റർ ഏത് വരണം? വൈ വരണം. രണ്ടാമത്തത് എ വരണം. മൂന്നാമത്തെ സി വരണം. അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടോ നോക്ക്. അവസാനത്തെ സി. സി ഇത് അവസാനത്തെ നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നു അത്? സി. ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ വരുന്ന സി മാത്രമല്ലേ ഉള്ളൂ. സി മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആൻസർ സി. ആൻസർ സി. റെഡി? ഇങ്ങനെ കൺഫ്യൂഷൻ വരണമെങ്കിൽ പിടപെടാന്നും ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്ക് പല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രവറ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇത് കണക്ക് എഴുതാതെ തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും പെട്ടെന്ന്. അതിന്റെ റൂട്ട് ഇങ്ങനെയാണ് നോക്കേണ്ടത്. മനസ്സിലായ? ഈ കാര്യം മനസ്സിലായി? ഇങ്ങനെ ആദ്യം മുതൽ വീണ്ടും തുടങ്ങണം എന്നുള്ള കാര്യം പിടികിട്ടിയപ്പോ റെഡിയാണോ? ഈ കാര്യം റെഡിയാണോ? ഈ കാര്യം ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടോ അവിടെ? ഉണ്ട്. ഇത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ മനസ്സിലായോ? ചെയ്യുന്ന രീതി മനസ്സിലായോ? ചെയ്യുന്ന രീതി മനസ്സിലായി? ഈ ഞാൻ ചെയ്യുന്ന 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡി പോലുള്ള NDPC പോലുള്ള എക്സാമുകൾക്ക് റെയിൽവേ റീസണിങ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ആ മോഡലിന്റെ 5 മോഡലുകളാണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 5 മോഡലുകളാണ് എപ്പോഴും നിങ്ങളുടെ ഓരോ ക്ലാസ്സിലും പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഇനി പറയണ്ടല്ലോ, ഇത് മനസ്സിലായോ? മനസ്സിലായോടെ? മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് നോക്കി. എന്താ മാഷേ? വെരി ഗുഡ്. മാഷ് പൊളിക്കുക. മാഷ് പഠിച്ചു അല്ലേ? ക്ലിക്കായില്ലേ മാഷെ? അപ്പൊ മാഷൊരു ഇതിന്റെ ഒരു 50 ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് തരും. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൽ മാസ്റ്റർ ആവും. കാരണം ഇതിന്റെ ട്രിക്ക് പഠിക്കുക എന്നുള്ളതല്ല, എങ്ങനെ വരാം, എങ്ങനെ ചെയ്യാന്നുള്ളത് ചിന്തിച്ച് അതിൽ പരിചിതമാവുന്നുള്ളതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരും,
ഇത് ഇങ്ങനെയല്ലേ, ഇത് അങ്ങനെയല്ലേ എന്ന് മനസ്സിലായി വരും. അതേ ഉള്ളു റീസണിങ് പഠിക്കാനുള്ള ഒരു ട്രിക്ക്. അതിനുവേണ്ടി അത്യാവശ്യം മാത്സ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. വേറെ ആർക്ക് കിട്ടിയടേ സി ആൻസർ? കിട്ടി, സി കിട്ടി. ഓക്കെ, കിട്ടി, ഒരുപാട് പേർക്ക് കിട്ടി. ഓക്കെ, ഷംല. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ആതിര, അഖില. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സുനിൽകുമാർ, ആതിര. ഓക്കെ, നമ്മുടെ സഞ്ജു കിട്ടിയ? സഞ്ജു ആൻസർ കിട്ടിയോ? സജിനി, രമ്യ കിട്ടി. ഓക്കെ, ഓക്കെ. ഇനി ചെയ്യുന്നവരുണ്ടോ? ചെയ്തോളൂ. 1 മിനിറ്റ് തരാൻ. ചെയ്തോളൂ. എല്ലാം ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചാലോ? ചെയ്തോളൂ. ഇതിന്റെ മോഡലുകളൊക്കെ നാളെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നാളെ മുതൽ ബൾക്ക് ക്വസ്റ്റ്യൻസ് തരും. ചെയ്തുകൊണ്ടേ ഇരിക്കുക, ചെയ്ത് പഠിക്കുക. മാത്സ് മാത്രം ഓരോന്നിന്റെ റൂട്ട് ക്ലാസ് കൂടെ തരാനുണ്ട്. കിട്ടിയോ? ഇല്ല. ഇത്രയൊന്നും ടൈം വേണ്ട ഇത് ചെയ്യാനായിട്ട്. എന്നാലും തുടക്കക്കാരായോണ്ട് ചെയ്തു നോക്കാം. നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങൾ ചിന്തിച്ച രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് തോട്ട്സ് എന്ന് പറയുന്നത് ആദ്യ നമ്പർ ലെറ്റർ നോക്കുക. ബി ആണ്. ബിയുടെ നമ്പർ എത്രയുണ്ടേ? ബിയുടെ നമ്പർ AB 2 ആണ്. ഇതിന്റെ ആദ്യ നമ്പർ ഏതാണ്? H ആണ്. Hന്റെ നമ്പർ ഏതാണ്? H 8 ആണ്. 8 ആണ് അല്ലേ? അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ നോക്ക്. Hഉം ബിയും തമ്മിലുള്ളത് എത്ര? +6 അല്ലേ? ആണോ? ഞാൻ ക്വസ്റ്റ്യനിൽ നോക്കുക. ഫസ്റ്റ് ലെറ്റർ ഉണ്ട് എയുടെ നമ്പർ എത്ര? സോറി, എ അല്ല, എന്റെ നമ്പർ എത്ര? 14 ആണ്. ആ 14ന്റെ കൂടെ എന്ത് ചെയ്യണം? +6 കൂട്ടണമ്പോ ഒരു സംഖ്യ കിട്ടുമല്ലോ. +6 എത്രയാണ്? 16 + 4 എത്ര? 20. 20 എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 20 എന്ന് പറഞ്ഞാൽ ആരാണ്ട്? T ആണ്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ഏത് വരണം? T വരണം. നോക്കൂ, ഓപ്ഷനിൽ നോക്ക്. ഫസ്റ്റ് ലെറ്റർ T വരുന്ന ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഓപ്ഷനിൽ എല്ലാവരും T ആണ് അല്ലേ? ഫസ്റ്റ് ലെറ്റർ എല്ലാവരും T ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ലെറ്റർ നോക്കണം. അങ്ങനെ വന്നാൽ രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തെ നോക്ക്. സി നോക്ക്. സി എത്ര? 3. ഇവിടെ എത്ര? I ആണ്. I എത്ര? 9. 9 3 കൂടെ റിലേഷൻ 6 + 3 അല്ലേ 9 +6 ആണല്ലോ. +6 ഇവിടെ നോക്ക്. രണ്ടാമത്തെ ലെറ്റർ ആരാണ്? O ആണ്. ഓയുടെ എത്ര നമ്പർ? O നേരത്തെ പറഞ്ഞ നമ്മള് 15 + 6 എത്ര? 15 + 6 എത്രയാണ്? 21. 21 എത്ര? STU. T 20 ആകുമ്പം U എത്ര? 21. U ആണ്. അപ്പൊ രണ്ടാമത്തെ ലെറ്റർ U ആണ് വരേണ്ടത്. നോക്കൂ, അങ്ങനെ U വരുന്ന ആളുണ്ടോ നോക്കൂ. TU നോക്കടേ അല്ലേ? ആകെ ഒരേ ഒരാളല്ലേ ഉള്ളു രണ്ടാമത് U വരുന്നത് അല്ലേ? സി ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ. ഇത്ര സമയം വേണ്ടത് ചെയ്യാനായിട്ട്. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സി എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ലെറ്റർ U വരുന്നത്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. റെഡി? ഇതിനു വേണ്ടിയിട്ട് ആൽഫബറ്റിന്റെ ലെറ്റർ മനഃപ്പാടമായിരിക്കണം. കണക്ക് കൂട്ടുമ്പോൾ തെറ്റിപ്പോവുകയും ചെയ്യരുത്. 16 4 20 വരെ 21 19 അല്ലെങ്കിൽ 15 6 21 വരെ വേറെ സംഖ്യകളൊക്കെ എഴുതി പോയി കഴിഞ്ഞാൽ ലെറ്റർ മാറിപ്പോകും. അപ്പൊ കണക്ക് ഷാർപ്പ് മീൻസ് നമ്പർ ഫ്രീ ആയിരിക്കണം. മനക്കണക്കായിട്ട് സ്പീഡിന് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ റീസണിങ് ഒന്നും ഒന്നുമല്ല റെയിൽവേയുടെ. ഓക്കെ, റെഡി? മനസ്സിലായോടെ? ആയി. ഓക്കെ, ഇനി ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണമെങ്കിൽ അത് ശരിയാണോ ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. വായിക്കാം. ഒന്നും കൂടെ പറഞ്ഞുതരാം ഞാനിത്. നോക്കിക്കോ. അപ്പൊ നമ്മൾ 2 ലെറ്റർ കണ്ടുപിടിച്ചു. ടിയും യുവും കണ്ടുപിടിച്ചു ഓൾറെഡി. അടുത്ത ലെറ്റർ നോക്കാം. F നോക്കാം നമുക്ക്. ഇനി F എത്ര? F 6 ആണ്. ഇവിടെ ഏതാണ്? L ആണ്. L എത്ര? L 12 ആണ്. 6 + 6 ആണല്ലോ 12. ഓക്കെ. അവിടുത്തെ ഇവിടെ നോക്ക്. ഇവിടെ മൂന്നാമത്തെ അക്ഷരം ഏതാണ്ട്? 6 ആണല്ലോ. 6 എത്ര? 6 എന്ന് പറഞ്ഞാൽ 18 അല്ലേ? 18 + 6 എത്ര? 18 + 6 എത്ര? 24 ആണ്. 24 എന്ന് പറയുമ്പോൾ ലെറ്റർ ഏതാണ്? X ആണ്.
അല്ലേ? 24 എക്സ് അല്ലേ? നോക്ക്, എക്സ് അല്ലേ? മൂന്നാമത് എക്സ് അല്ലേ? എക്സ് അല്ലേ? അപ്പോഴേ ഓക്കെ, റെഡി, ശരിയല്ലേ? അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് തന്നെ വരും. ജി നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ജി എമ്മും ഇവിടെ ക്യൂ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് തന്നെ വരും. ഓക്കെ, റെഡിയാണോ? സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ കൂടെ ഒക്കെ നോക്കാം വേണമെന്നുള്ളവർക്ക്. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ 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 ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എത്ര ചെയ്തിട്ടും എത്ര ബോർഡ് കാണുന്നില്ല? അയ്യോ, അത് ഭയങ്കര പ്രശ്നമായി പോയല്ലോ. അത് മീൻസ് പിന്നിന്റെ സൈൻ വന്നില്ലയോ? റൈറ്റ് സൈഡില് ലാപ്പാണോ മൊബൈലാണോ? മൊബൈൽ. അതിന്റെ ആ മൊബൈലിന്റെ റൈറ്റ് സൈഡിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പിന്നിന്റെ സൈൻ കാണും. ഒരു പിൻ, നമ്മൾ പിൻ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന പിന്നില്ലേ, ആ ഒരു പിന്നിന്റെ സൈൻ ഉണ്ടാവും. നോക്കി, ഒന്നുകൂടെ നോക്കിയേ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. അപ്പൊ വന്നോ? ബോർഡ് വന്നോ? ഇപ്പൊ വന്നത് എങ്ങനെ? നേരത്തെ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ഡൗൺ ടു വാച്ചോ? ഫുൾ സ്ക്രീൻ ആക്ക്, ഫുൾ സ്ക്രീൻ ആക്കിക്കോ. ചിലപ്പോ ഫുൾ സ്ക്രീൻ ആക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഫുൾ സ്ക്രീൻ ആക്കി നോക്ക്. ഇന്നലെ മാഷിന് അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ലായിരുന്നു? ഫുൾ സ്ക്രീൻ ആക്കിയിട്ടില്ലേ കാണാൻ പറ്റുന്നുള്ളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. കാണുന്നുണ്ടോ? കാണുന്നില്ല? ഓക്കെ, അത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയിരിക്കും. പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ റെക്കോർഡ് വരുമ്പോൾ ഒന്ന് കണ്ടു നോക്കൂ ക്ലാസ്, കേട്ടോ? കാരണം ഇതിൽ ബോർഡ് ഇല്ലാതെ ക്ലാസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. കണ്ടു കഴിഞ്ഞാല് മനസ്സിലാവത്തില്ല. ബോർഡിലേക്ക് ഒന്നും മനസ്സിലാവത്തില്ല. കുഴപ്പമില്ല, റെക്കോർഡ് അയച്ചു തരാം, അപ്പൊ കണ്ടാൽ മതി, കേട്ടോ? ഓക്കെ, എന്നെ ഒന്ന് വിളിച്ചാൽ മതി, കേട്ടോ? നാളെ ഒന്ന് വിളിച്ചാൽ നമുക്കത് ക്ലിയർ ആക്കാം. ബോർഡ് ഇല്ലേ, കേട്ടോ? മനസ്സിലായോ? പോയോ? ആള് പോയായിരുന്നോ? ഓക്കെ, റെഡി. ഈ ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഈ ചോദ്യം ചെയ്തോളൂ. എന്തോടെ? ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്. സി ആണ് ആൻസർ. സി ആണ് ആൻസർ. സി ആണ്. വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും കിട്ടിയോ? വേറെ ആർക്കെങ്കിലും? എനിബഡി? ഇല്ല, വേറെ ആരും കിട്ടിയില്ല. കിട്ടുന്നില്ല? വേറെ ഒരാൾക്കേ കിട്ടിയോളോ? പക്ഷേ വല്ലോ കിട്ടിയോ? കിട്ടിയില്ല. കിട്ടി. ഓക്കെ, സി. ഓക്കെ, ഒരാൾക്കും കൂടെ കിട്ടി. ആൻസർ സി ആണ്. ഇതിപ്പോ ഈ അടുത്തായിട്ട് റെയിൽവേ ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്ത് നടന്നൊരു എക്സാം റെയിൽവേ ചോദിച്ച ചോദ്യമാണിത്. ഇതേ ടൈപ്പിലുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പല എക്സാമിനും ചോദിക്കുന്നുണ്ട്. സെയിം. സി കിട്ടി. വെരി ഗുഡ്. കിട്ടി. ഓക്കെ, സി കിട്ടി. ഓക്കെ, ഇവിടെ നോക്കുമ്പോ നമുക്കറിയാം ZRYQ. ഇത് തന്നെയാണ് ആൻസർ. ഇതല്ലല്ലോ ക്വസ്റ്റ്യൻ. ഇത് തന്നെയല്ലോ. സോറി. ഓക്കെ, ZRYQ KCJB PWOV.
ആദ്യം ഇത് രണ്ടിന്റെ റിലേഷൻസ് നോക്കുക. ആദ്യം രണ്ടിന്റെ റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അതനുസരിച്ച് ഇതും ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം Z, പിന്നെ R, പിന്നെ Y, പിന്നെ Q. PQRSTUYZ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്പർ വെച്ച് നോക്കിക്കോ. നമ്പർ വെച്ച് നോക്കിയോ. ഇസഡിന്റെ നമ്പർ എത്ര? 26. ആറിന്റെ എത്ര? 18. വൈയുടെ എത്ര? 25. ക്യൂവിന്റെ എത്ര? 17. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പിയും ക്യൂ അല്ലേ? P16 Q17. അതുപോലെ ഇത് എഴുതിക്കോ. K എത്ര? 11. C എത്ര? 3. J എത്ര? 10. B എത്ര? 2. ഈ നമ്പറുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കി. 26 ഇസഡും ആറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കി. ഇസഡ് നമ്പർ 26. ഓക്കെ, ഇവിടെ കെ ഇതില് രണ്ടാമത്തേല് ആദ്യ അക്ഷരം കെയുടെ നമ്പർ 11. എന്തെങ്കിലും ലോജിക് ഉണ്ടോ നോക്കി. അതായത് 26 മൈനസ് 11 അല്ലേ? 26 മൈനസ് 11 എത്ര? 15 അല്ലേ? അതായത് 15 കുറയുന്നതല്ലേ അല്ലേ? 15 കുറയുന്നതല്ലേ? അതുപോലെ മൂന്നാമത്തെ നോക്കി, അതേപോലെ റിലേഷൻ 15 കുറയുന്നുണ്ടോ നോക്കിയേ. പി എത്ര? 16. P16. ഓക്കെ, 16 എത്ര കുറയ്ക്കണം? 15 കുറയ്ക്കണം. 16 15 കുറച്ച എത്ര? 1 ആണ്. ഒന്നിന്റെ ലെറ്റർ ഏതാ? എ. ഓപ്ഷനില് എ ഫസ്റ്റ് ലെറ്റർ ഉണ്ടോ നോക്കി. ഇല്ലല്ലോ. അപ്പൊ ഈ ലോജിക്ക് പുകഞ്ഞു പോയി അല്ലേ? ഈ ലോജിക്ക് ശരിയാണോ? ശരിയാണ്? ഇല്ല, അടിച്ചുപോയി. ഓ പിന്നെ അല്ല, അത് നോക്കാം. അതിലേക്ക് വരാം. ഞാൻ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതി നോക്കിയതാണ്. അപ്പൊ ഈ ഒരു റിലേഷൻ ഒരിക്കലും നടക്കത്തില്ലല്ലോ. എ ഒന്നാമത്തെ ഉത്തരത്തിൽ എ ഒന്നാമത്തെ ലെറ്റർ ആയിട്ട് വരണം. ഒന്നാമത്തെ ലെറ്റർ ആയിട്ട് വേണം. ഒരു ഓപ്ഷൻ പോലും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ട്രിക്ക് പുകഞ്ഞു പോയി. ഓക്കെ, അടുത്ത മാഷ് പറഞ്ഞു നോക്കാം. മൂന്നാമത്തെ ആളിൽ വെച്ച് നോക്കാം. ഓക്കെ, ഇതെല്ലാം മൂന്നാമത്തെ ആൾ മുഴുവൻ എഴുതിക്കോ. മൂന്നാമത്തെ ലെറ്റർ നമുക്ക് മുഴുവൻ എഴുതാം. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. പി എത്രയുടെ? 16. 16. W എത്ര? 23. O എത്ര? 15. V എത്ര? 22. ഓക്കെ, ഇപ്പൊ എല്ലാവരും കിട്ടി. നോക്കാം. ഓക്കെ, ആദ്യം നോക്കൂ. ആദ്യത്തില് ഇസഡ് 26 ആണ്. രണ്ടാമത്തിൽ 6 18 ആണ്. ഓക്കെ, ഈ 26ഉം ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ നോക്കണം. 26ഉം 18ഉം തമ്മിൽ, ഇസഡും 6 തമ്മിൽ എന്താ ബന്ധം? ഒരു -8 ബന്ധമില്ലേ? ആണോ? 26 18 അല്ലെ? 26 18 കുറച്ചാൽ -8 അല്ലേ? ഇനി ഈ 6ഉം 25 കൂടെ നോക്കി. ഈ 6ഉം 25 കൂടി, ഈ 6 25 കൂടെ നോക്കി. എന്തെങ്കിലും ബന്ധം ഉണ്ടോ നോക്കി. 6ഉം 25 തമ്മിൽ എന്താ ബന്ധം? 6 25 തമ്മിൽ എന്താ ബന്ധം? 18നോട് 6 എന്ന് പറഞ്ഞാൽ 18. 18നോട് എത്ര കൂട്ടി 25 കിട്ടും? +7 അല്ലേ?
7 അല്ലേ അല്ലേ? ഓക്കെ, റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ, ഇനി ആ 25ഉം 17ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. 25ഉം 17ഉം തമ്മിൽ 25ന്ന് എത്ര കുറയ്ക്കണം? -8. -8 കുറച്ചാൽ 17 കിട്ടും ഇല്ലേ? അപ്പൊ ഇവിടുത്തെ ഒരു റേഷ്യോ -8 + 7 -8 ഇങ്ങനെ ഒരു സീരീസാ പോകുന്നത്. -8 + 7 -8 ഇങ്ങനെ ഒരു സീരീസാ. അടുത്ത് നോക്ക്, അതേപോലെ തന്നെ നോക്ക്, രണ്ടാമത്തും അങ്ങനെ നോക്ക്. ഓക്കെ, 11ന്ന് 3 പോയാൽ എത്ര? -8 അല്ലേ? ഓക്കെ, കുറയ്ക്കുമ്പോ 8. അടുത്തത് 3ഉം 10ഉം തമ്മിലുള്ള റിലേഷൻ എത്ര? +7 അല്ലേ? +7 അല്ലേ? 10ഉം 2ഉം കൂടെ തമ്മിലുള്ള റിലേഷൻ എത്ര? -8 അല്ലേ? ആണോ? അപ്പൊ നോക്കിയാൽ ഈ രണ്ടിന്റെയും സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം സീരീസ് ഇങ്ങനെയാ പോകുന്നത്. -8 + 7 -8. അടുത്തത് അതിനൊക്കെ എന്നാ? -8 + 7 -8. അടുത്ത നോക്കാം, അടുത്ത ആളെ നോക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ 16ഉം 23ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്ക്. 23 എത്ര കുറയ്ക്കുമ്പോഴാ? 16 -7 അല്ലേ? -7. ഇനി 23ഉം 15ഉം തമ്മിൽ എന്താ ബന്ധമുള്ള നോക്കി. -8. 15ഉം 22ഉം തമ്മിൽ എത്ര ബന്ധം? റിലേഷൻ +7. അപ്പൊ മൂന്നാമത്തത് എങ്ങനെയാ പോകുന്നത്? മൂന്നാമത്തെ സീരീസ് എങ്ങനെയാ പോകുന്നത്? -7 -7 സോറി, മൈനസ് അല്ലല്ലോ, -അല്ല, പ്ലസ് അല്ലേ? ഇവിടെ 16ഉം 20, 16ന്റെ കൂടെ +8 +7 കൂട്ടുമ്പോഴല്ലേ +7. ഓക്കെ, +7 -8 +7. അപ്പൊ ഇവിടത്തെ സീരീസ് ഇങ്ങനെയാണ് പോകുന്നത്. -8 +7 -8 വീണ്ടും -8 +7 -8. പക്ഷെ ഇത് രണ്ടും ഉത്തരത്തിൽ ഇങ്ങനെയാണ് പോകുന്നത്. ഉത്തരത്തിൽ ഒരേ ഫാഷനിലും അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പം എങ്ങനെ പോകുന്നു? +7 -8 +7. വ്യത്യാസമായിട്ടല്ലേ മൂന്നാമത്തെ പോകുന്നത്? മൂന്നാമത്തെ വ്യത്യാസമായിട്ടല്ലേ പോകുന്നത്? ആണോടെ? മൂന്നാമത്തെ വേറൊരു ലെവലല്ലേ പോകുന്നത്? ഇങ്ങനെയുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ വിചാരിക്കും ഇതേ ഫാഷനിൽ തന്നെയായിരിക്കും ഉത്തരവും വരുന്നത്. അതായത് -8 + 7 -8 അതേ ഫാഷനിൽ തന്നെ രണ്ടാമതും പോകുന്നുണ്ട്. -8 +7 -8 ഇതേപോലെ തന്നെയാണ് മൂന്നാമത്തെ ഒന്ന് വിചാരിക്കും. പക്ഷെ മൂന്നാമത്തെ അങ്ങനെയല്ല. ഇവിടെ +7 -8 +7 അങ്ങനെ പോകുന്നത്. അപ്പൊ ഉത്തരവും അങ്ങനെ വരണം, ഉത്തരവും അങ്ങനെ തിരിഞ്ഞു വരണം. ഓക്കെ, കിട്ടിയാ അല്ലെ? ആദ്യത്തേതിലെ പാറ്റേൺ -8 + 7 -8 ആണ്. രണ്ടാമത്തേലും -8 + 7 -8 എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായ? റെഡിയാണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് അപ്പൊ ഇങ്ങനെയാണ് വന്നിട്ട് അപ്പൊ +7 -8 +7 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വേണം. അതായത് നമ്മുടെ അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇനി ഇതിൽ കിടന്ന് കളിക്കരുത്, നേരെ ഓപ്ഷനിലേക്ക് നോക്കണം. നേരെ ഓപ്ഷനിലേക്ക് നോക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പം പെട്ടെന്ന് ചെയ്ത കുട്ടികളൊക്കെ ഓപ്ഷൻ നോക്കിയാണ് ചെയ്തതല്ലേ? നിങ്ങൾ ഓപ്ഷൻ ഡിലീഷനിലൂടെ ചെയ്തത് ആണോ? ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചതിന് ശേഷം പെട്ടെന്ന് ഓപ്ഷൻ ഡിലീഷനിൽ നോക്കിയത്. ഓപ്ഷൻ ഡിലീഷൻ നോക്കണം. നമുക്ക് നോക്കാം. ഓപ്ഷൻ ആദ്യം GBH എന്നുള്ളതാണ് അല്ലേ? G എത്ര? G7 അല്ലേ? B എത്ര? B2 ആണ് അല്ലേ? ഇവിടുത്തെ റൂൾ അനുസരിച്ച് +7, ഈ +7ന്റെ കൂടെ 7 കൂട്ടി എത്ര കിട്ടും? +7ന്റെ കൂടെ 7 കൂട്ടി എത്ര കിട്ടൂടെ? 14 കിട്ടത്തില്ലേ? 14 കിട്ടില്ല. അപ്പൊ ശരിയാണോ? 7 അല്ലേ ആവോ? 14 ആയി പോകുന്നില്ലേ? തെറ്റല്ലേ? അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ പോയി. ഇനി രണ്ടാമത്തെ നോക്കിയേ, IS. രണ്ടാമത്തെ ഓപ്ഷൻ ISJT ആണ്. ISJT. I എത്ര? 9. S എത്ര? 19. റെഡിയാവോ? 9 + 7 ശരിയാവൂടെ?
+7 അല്ലേ, സോറി +7 ആദ്യം ആഡ് ചെയ്യേണ്ടത്. +7 ആഡ് ചെയ്യുമ്പം ഒരിക്കലും കിട്ടത്തില്ലല്ലോ, +7 വരത്തില്ലല്ലോ. അപ്പൊ ആ ഓപ്ഷനും പോയി. ആ ഓപ്ഷൻ അടുത്ത ഓപ്ഷൻ നോക്കിയേ, EL സോറി ഒരു സെക്കൻഡ്, ELDK നോക്ക്. എത്രയുടെ 5, L എത്ര 12, D എത്ര പറയടേ, D എത്ര 4, K എത്ര 11. നോക്ക്, ഇനി നോക്ക്, ശരിയാവും നോക്ക്, നോക്കടേ, നോക്ക്. 12, 5 തമ്മിലുള്ള റിലേഷൻ എത്ര? +7 അല്ലേ? ഇനി 12 4 തമ്മിലുള്ള റിലേഷൻ എത്ര? -8 അല്ലേ? ഇനി 4 11 തമ്മിലുള്ള റിലേഷൻ എത്ര? +7 അല്ലേ? അപ്പൊ നമ്മുടെ സീരീസ് ഇതല്ലേ, +7 -8 +7. ഇത് കിട്ടിയില്ലേ? അപ്പൊ ആൻസർ ഏതാ? ഇതല്ലയോ? ശരിയല്ലേ? റെഡിയാണോ? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? ക്ലിയർ ആയ? അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. 5 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യനും കാണും. അതായത് ആദ്യം തരുന്ന 2 കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളായിരിക്കും മൂന്നാമത് കിടക്കുന്നത്. അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ നേരത്തെ വീണ്ടും നമ്മൾ റിലേഷൻ തിരക്കി പോയി കഴിഞ്ഞാൽ സമയം പോവും. അപ്പം ഓപ്ഷൻ ഡിലീഷൻ നോക്കുക. ഓപ്ഷൻ വെച്ച് ആ സീരീസ് ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം, എന്താണ് ആ റിലേഷൻ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം, തന്നിരിക്കുന്നതിന്റെ റിലേഷൻ ഇപ്പുറത്തുള്ളവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ, ഇവിടെ തന്നിരിക്കുന്നവരുടെ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന റിലേഷൻ കണ്ടുപിടിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാന്ന് നോക്കുക. അത് കണ്ടുപിടിക്കുക. റെഡിയാണോ? പക്കയാണോ? ഓക്കെ.